നമസ്കാരം, ന്യൂസ് ചാനൽസിലേക്ക് സ്വാഗതം. ഞാൻ ഫിറോസ്. പ്രധാന വാർത്തകൾ. വിശുദ്ധ റമദാനിലെ വ്രതശുദ്ധിയോടെ നേടിയ ആത്മസംസ്കരണത്തിന്റെ നിറവിൽ വിശ്വാസികൾ ഈദ് ഉൽ ഫിത്തർ ആഘോഷിച്ചു. പുലർച്ചെ മുതൽ തക്ബീർ ധ്വനികൾ കൊണ്ട് അന്തരീക്ഷം മുഖരിതമായിരുന്നു. മാലിന്യമുക്ത നവകേരളം ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായുള്ള ശുചിത്വ പ്രഖ്യാപനം നടത്തി. ആലപ്പുഴ നഗരസഭയും പഞ്ചായത്തുകളും ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായി മാനദണ്ഡങ്ങൾ പാലിച്ചായിരുന്നു ശുചിത്വ പ്രഖ്യാപനം നടത്തിയത്. എച്ച് സലാം എംഎൽഎ പ്രഖ്യാപനം ഉദ്ഘാടനം ചെയ്തു. ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യ ആലപ്പുഴ ഏരിയ സമ്മേളനം എച്ച് സലാം എംഎൽഎ ഉദ്ഘാടനം ചെയ്തു. ആലപ്പുഴ ജെൻഡർ പാർക്ക് ഹാളിൽ സംഘടിപ്പിച്ച സമ്മേളന യോഗത്തിൽ ഏരിയ പ്രസിഡന്റ് ഡോക്ടർ സി ധന്യ അധ്യക്ഷയായി. മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് ആലപ്പുഴ നഗരസഭയുടെ നേതൃത്വത്തിൽ ലാപ്ടോപ്പുകൾ, മേശ, കസാര എന്നിവ വിതരണം ചെയ്തു. 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് വിതരണം ചെയ്തത്. എച്ച് സലാം എംഎൽഎ വിതരണോദ്ഘാടനം നിർവഹിച്ചു. ചേർത്തലയിലെ ശുചിമുറി മാലിന്യ സംസ്കരണ പ്ലാന്റ് സംസ്ഥാനത്തിന് അഭിമാനകരമായ നേട്ടമാണെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ്. ജില്ലയിലെ ആദ്യ ശുചിമുറി മാലിന്യ പ്ലാന്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വാർത്തകൾ വിശദമായി. വിശുദ്ധ റമദാനിലെ വ്രതശുദ്ധിയിലൂടെ നേടിയ ആത്മസംസ്കരണത്തിന്റെ നിറവിൽ വിശ്വാസികൾ ഈദ് ഉൽ ഫിത്തർ ആഘോഷിച്ചു. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. ഒരു മാസക്കാലത്തെ പുണ്യമായ വ്രതാനുഷ്ഠാനത്തിന് പരിസമാപ്തി കുറിച്ച് ആകാശത്ത് ശവ്വാൽ പിറ തെളിഞ്ഞതോടെ വിശുദ്ധ റമദാനിലെ വ്രതശുദ്ധിയിൽ നേടിയ ആത്മസംസ്കരണത്തിന്റെ നിറവിൽ വിശ്വാസികൾ ചെറിയ പെരുന്നാൾ ആഘോഷിച്ചു. വിവിധ ഈദ്ഗാഹുകളിലും പള്ളികളിലുമായി ആയിരക്കണക്കിന് വിശ്വാസികളാണ് കാലേക്കൂട്ടി പെരുന്നാൾ പ്രാർത്ഥനയ്ക്കായി എത്തിയത്. പുലർച്ചെ മുതൽ തക്ബീർ ധ്വനികളാൽ മുഖരിതമായിരുന്നു അന്തരീക്ഷം. ദൈവഹിതത്തിൽ കഠിനവ്രതമെടുത്തതിനു ശേഷം ചെറിയ പെരുന്നാൾ ആഘോഷിക്കാൻ പുത്തനുടുപ്പും അണിഞ്ഞായിരുന്നു ഓരോരുത്തരും ഈദ്ഗാഹുകളിലേക്കും പള്ളികളിലേക്കും എത്തിയത്. പ്രാർത്ഥനയെ തുടർന്ന് പരസ്പരം കൈകൊടുത്തും ആലിംഗനം ചെയ്തും പരസ്പര ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കുന്നതിനും സാഹോദര്യം നിലനിർത്തുന്നതിനും ഏവരും ശ്രദ്ധിച്ചിരുന്നു. തുടർന്ന് തങ്ങളിൽ നിന്നും വിട്ടുപിരിഞ്ഞ പൂർവികരുടെ കബറിടങ്ങൾ സന്ദർശിക്കാനും ബന്ധുമിത്രാദികളുടെ വസതികളിൽ ചെന്ന് സ്നേഹബന്ധം ഊട്ടിയുറപ്പിക്കാനും ചെറിയ പെരുന്നാൾ ദിനത്തിൽ വിശ്വാസികൾ പ്രത്യേക സമയം കണ്ടെത്തിയിരുന്നു. അത്തരത്തിൽ സ്നേഹത്തിന്റെയും കാരുണ്യത്തിന്റെയും സഹനത്തിന്റെയും 29 ദിനരാത്രങ്ങൾ ഇന്നലെ എന്ന പോലെ കഴിഞ്ഞുപോയ ദുഃഖം വിശ്വാസികളുടെ മനസ്സിലുണ്ടെങ്കിലും ചെറിയ പെരുന്നാളിന്റെ വലിയ സന്തോഷവും പ്രതീക്ഷയും എങ്ങും അലയൊടിക്കുന്നുണ്ടായിരുന്നു. ന്യൂസ് സ്റ്റാർ ന്യൂസ്, ആലപ്പുഴ. മാലിന്യമുക്ത നവകേരളം ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായി ശുചിത്വ പ്രഖ്യാപനം നടത്തി ആലപ്പുഴ നഗരസഭയും പഞ്ചായത്തുകളും. ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായി മാനദണ്ഡങ്ങൾ പാലിച്ചായിരുന്നു ശുചിത്വ പ്രഖ്യാപനം നടത്തിയത്. അമ്പലപ്പുഴ എംഎൽഎ ഇസ്ലാമാണ് ശുചിത്വ പ്രഖ്യാപനം പരിപാടി ഉദ്ഘാടനം ചെയ്തത്. മാലിന്യമുക്ത നവകേരളം ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായുള്ള ശുചിത്വ പ്രഖ്യാപനം നടത്തി. ആലപ്പുഴ നഗരസഭയും പഞ്ചായത്തുകളും ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായുള്ള മാനദണ്ഡങ്ങൾ പാലിച്ചായിരുന്നു പ്രഖ്യാപനം. ആലപ്പുഴ നഗരസഭ, അമ്പലപ്പുഴ വടക്ക്, പുന്നപ്ര തെക്ക് പഞ്ചായത്തുകളിൽ നടന്ന ശുചിത്വ പ്രഖ്യാപനം എച്ച് സലാം എംഎൽഎ നിർവഹിച്ചു. ശുചിത്വവുമായി ബന്ധപ്പെട്ട ഏത് ആലോചനയിലും, കേരളത്തിൽ എവിടെ ഏത് ആലോചന ഉണ്ടായാലും അവിടെയെല്ലാം ഒരു അവതരിപ്പിക്കപ്പെടുന്ന 2-3 മോഡലുകളിലൊന്ന് ആലപ്പുഴ മോഡലാണ്. തുമ്പൂർകുഴി മോഡലും പിന്നെ ആലപ്പുഴ മോഡലുമാണ് അവിടെ എല്ലാം പ്രസന്റ് ചെയ്യപ്പെടുന്നത്, ഡിസ്കസ് ചെയ്യപ്പെടുന്നത്. അങ്ങനെ നമ്മുടെ ഒരു മോഡൽ ബഹുമാനായ ഐസസാവ് അദ്ദേഹം നമ്മുടെ മന്ത്രിയും ആലപ്പുഴ ദിനപ്രതിയായിരിക്കുന്ന സമയത്ത് തന്നെ അദ്ദേഹമാണ് ജനകീയമായി ആരംഭിച്ചിട്ടാണ് ആലപ്പുഴ നഗരത്തിന്റെ ശുചിത്വ രംഗത്തുള്ള ഒരു പ്രയാസം പരിഹരിക്കാനുള്ള വലിയ സ്കീമിലേക്കും ജനകീയ പ്രവർത്തനങ്ങളിലേക്കും പോയിട്ടുള്ളത്. ആ നീണ്ട കാലത്തെ ഒരു പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് നമ്മുടെ നഗരത്തിൽ ജീവിക്കുന്ന മനുഷ്യരുടെ മനസ്സിൽ ഒരു മാറ്റം സൃഷ്ടിക്കാൻ കഴിഞ്ഞത്. ഏതൊരു ശുചിത്വ പദ്ധതി വിജയത്തിന്റെ ഏറ്റവും അടിസ്ഥാനം എന്ന് പറയുന്നത് മനുഷ്യരുടെ മനസ്സിൽ ഉണ്ടാക്കുന്ന മാറ്റമാണ്. കാരണം മാലിന്യം സൃഷ്ടിക്കുന്ന മനുഷ്യരാണ്. ആ സൃഷ്ടിക്കുന്ന മനുഷ്യരുടെ മനസ്സിൽ മാറ്റം സൃഷ്ടിച്ചാൽ മാത്രമേ നമ്മൾ ഇത്തരം സ്കീമുകൾ മുന്നോട്ട് വെച്ച് വിജയിപ്പിച്ചു കഴിഞ്ഞാലും അത് തുടർന്ന് മുന്നോട്ട് പോകണമെങ്കിൽ ഈ മനോഭാവം വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മളിന്ന് നേരിടുന്ന ഈ ശുചിത്വ രംഗത്തുള്ള ഈ പ്രയാസം പരിഹരിക്കാൻ ഗവൺമെന്റ് വലിയ സ്കീമായി മുന്നോട്ട് പോകുന്ന സന്ദർഭത്തിൽ നമ്മൾ നേരിടുന്ന പ്രയാസം അതാണ്. സമൂഹത്തിന്റെ മനസ്സിൽ ഈ കാര്യത്തിൽ മാറ്റം പലപ്പോഴും സംഭവിക്കാറില്ല. ഇപ്പൊ നമ്മൾ തന്നെ നഗരസഭയാണെങ്കിലും അതുപോലെ പഞ്ചായത്തുകളാണെങ്കിലും എല്ലാം
വളരെ സബ്സിഡി നിരക്കിൽ ആകെ ഒരു ഉൽപ്പന്നം അതിന്റെ വിലയുടെ വളരെ ചെറിയൊരു പൈസ മാത്രം കൊടുത്തിട്ട് ഓരോ വീടുകളിലേക്കും മാലിന്യ സംസ്കരണത്തിന് ആവശ്യമായ പ്രൊഡക്റ്റുകൾ നമ്മൾ കൊടുക്കാറുണ്ട്. നഗരപ്രദേശങ്ങൾ, വിദ്യാലയങ്ങൾ, വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ, പൊതുയിടങ്ങൾ, അയൽക്കൂട്ടങ്ങൾ, സ്ഥാപനങ്ങൾ, വിദ്യാലയങ്ങൾ, ഹരിതവീതി എന്നിവയുടെ ഹരിത പ്രഖ്യാപനങ്ങൾ നടത്തിയിരുന്നു. മുതിർന്ന ശുചീകരണ വിഭാഗം തൊഴിലാളികൾ, ഹരിതകർമ്മ സേനാംഗങ്ങൾ, DTPC, കുടുംബശ്രീ, തൊഴിലുറപ്പ് തൊഴിലാളികൾ, ആരോഗ്യ വിഭാഗം ജീവനക്കാർ, വീടുകൾ, സ്ഥാപന ഉടമകൾ, മാതൃകാ മാലിന്യ പ്രവർത്തനം കാഴ്ചവെച്ച വ്യക്തികൾ എന്നിവരെ ചടങ്ങിൽ അനുമോദിച്ചു. മാലിന്യ കൂമ്പാരങ്ങൾ, കനാൽ മാലിന്യങ്ങൾ എന്നിവ നീക്കം ചെയ്തും പൊതുയിടങ്ങൾ ശുചിത്വ സന്ദേശ ചിത്രങ്ങൾ ആലേഖനം ചെയ്ത് സൗന്ദര്യവൽക്കരിച്ചും മാലിന്യങ്ങൾ നിക്ഷേപിക്കാൻ ആവശ്യമായ ജൈവ അജൈവ ബിന്നുകൾ വിവിധയിടങ്ങളിൽ സ്ഥാപിച്ചും ഖരദ്രവ്യ മാലിന്യ സംസ്കരണത്തിനുള്ള സംവിധാനങ്ങൾ ഒരുക്കിയും പ്ലാസ്റ്റിക് മാലിന്യം നീക്കം ചെയ്തുമായിരുന്നു ശുചിത്വ പ്രഖ്യാപനം. വിവിധയിടങ്ങളിലായി നടന്ന പരിപാടിയിൽ നഗരസഭാ അധ്യക്ഷ KK ജയമ്മ, അമ്പലപ്പുഴ വടക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് S ഹാരിസ്, പുന്നപ്ര തെക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PG സൈറസ് എന്നിവർ അധ്യക്ഷത വഹിച്ചു. നഗരസഭ വൈസ് ചെയർമാൻ PSM ഹുസൈൻ, സ്ഥിരം സമിതി അധ്യക്ഷരായ AS കവിത, MR പ്രേം, കൗൺസിലർമാർ, ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാർ, മറ്റ് ജനപ്രതിനിധികൾ, മാലിന്യമുക്തം ജില്ലാ നോഡൽ ഓഫീസർ KS ഷിബു, ഹെൽത്ത് ഓഫീസർ KP വർഗീസ്, നോഡൽ ഓഫീസർ C ജയകുമാർ എന്നിവർ സംസാരിച്ചു. അമ്പലപ്പുഴ വടക്ക് പഞ്ചായത്ത് പദ്ധതി വിഹിതത്തിൽ 5 ലക്ഷം രൂപ ചെലവിൽ വാങ്ങിയ മാലിന്യ സംസ്കരണ ഇലക്ട്രിക് വാഹനവും HSLM MLA ഹരിതകർമ്മസേനയ്ക്ക് കൈമാറി. ന്യൂസ് സ്റ്റാർ ന്യൂസ്, ആലപ്പുഴ. ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യ ആലപ്പുഴ ഏരിയ സമ്മേളനം HSLM MLA ഉദ്ഘാടനം ചെയ്തു. ആലപ്പുഴ ജെൻഡർ പാർക്ക് ഹാളിൽ സംഘടിപ്പിച്ച സമ്മേളന യോഗത്തിൽ ഏരിയ പ്രസിഡന്റ് ഡോക്ടർ C ധന്യ അധ്യക്ഷയായി. ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യ ആലപ്പുഴ ഏരിയ സമ്മേളനം HSLM MLA ഉദ്ഘാടനം ചെയ്തു. ആലപ്പുഴ സബ് രജിസ്ട്രാർ ഓഫീസിന് സമീപം ജെൻഡർ പാർക്ക് ഹാളിൽ സംഘടിപ്പിച്ച സമ്മേളനത്തിൽ ഏരിയ പ്രസിഡന്റ് ഡോക്ടർ C ധന്യ അധ്യക്ഷയായി. കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് ഡോക്ടർ ഗംഗ കൈലാസ്, അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം ഡോക്ടർ റോയി B ഉണ്ണിത്താൻ, ഏരിയ സെക്രട്ടറി ഡോക്ടർ R രാഖിരാജ്, വനിതാ കമ്മിറ്റി ചെയർപേഴ്സൺ ഡോക്ടർ അഞ്ജു ലക്ഷ്മി, സംസ്ഥാന കമ്മിറ്റി അംഗം ഡോക്ടർ സൈനുലാബ്ദീൻ, ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ P രഞ്ജിത്ത്, ജില്ലാ സെക്രട്ടറി ഡോക്ടർ ഷാൻ ഷാഹുൽ, ട്രഷറർ ഡോക്ടർ AM മനോജ്, ഡോക്ടർ KG ഷാജീവ് എന്നിവർ സംസാരിച്ചു. മുതിർന്ന ഡോക്ടർമാരായ പങ്കജാക്ഷൻ, വിശ്വനാഥപിള്ള, KV രാജൻ എന്നിവരെ സമ്മേളനത്തിൽ HSLM MLA അനുമോദിച്ചു. ഡോക്ടർ ലിൻഡ ഫ്രാൻസിസ് ചടങ്ങിന് സ്വാഗതം പറഞ്ഞു. അതിവിടെ പറഞ്ഞതുപോലെ ആയുർവേദവും ഏത് ശാസ്ത്ര മേഖലയാണെങ്കിലും ഏത് ചികിത്സാ രീതിയാണെങ്കിലും അതെല്ലാം ഓരോന്നിനും അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ സ്വാഭാവികമായിട്ടുണ്ടാകും. നമ്മുടെ കേരളത്തിലെ പുതിയ ബില്ല് വന്ന സമയത്ത് നിങ്ങളതിനെ കുറച്ച് പ്രശ്നങ്ങൾ പറഞ്ഞിരുന്നു, കുറേയധികം ഞങ്ങളെല്ലാം ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. നിങ്ങളുടെ അസോസിയേഷനും മന്ത്രിമാരുൾപ്പെടെയുള്ള ചർച്ചയ്ക്കുള്ള സ്പേസ് ഉണ്ടായി. അവിടെ നിങ്ങൾ കുറേയധികം പ്രശ്നങ്ങൾ റൈസ് ചെയ്തിരുന്നു. ഇന്നത്തെ കേരളത്തിലെ ഒരു ഹെൽത്ത് സിസ്റ്റത്തിൽ അലോപ്പതിയുടേതായ ഒരു പ്രാമുഖ്യം സ്വാഭാവികമായിട്ടുണ്ട്. അപ്പം അത്തരം കാര്യങ്ങൾ പലതും കൈകാര്യം ചെയ്യപ്പെടുമ്പോൾ നിങ്ങൾ മുൻപ് ആ ബില്ലിൻ്റെ സമയത്ത് ചൂണ്ടിക്കാണിക്കപ്പെട്ട പോലെയുള്ള ചില പ്രശ്നങ്ങൾ വന്നിരുന്നു എന്നത് ശരിയാണ്. അപ്പം അതെല്ലാം തരണം ചെയ്യാൻ നിങ്ങൾ ഞങ്ങളുടെയൊക്കെ ശ്രദ്ധയിൽപ്പെടുത്തിയ അനുസരിച്ച് ഞങ്ങളെല്ലാം രേഖാമൂലം തന്നെ ആരോഗ്യവകുപ്പ് മുമ്പാകെയുള്ള കാര്യങ്ങൾ സമർപ്പിച്ചിരുന്നു. ഇപ്പോൾ ഇവിടെ അധ്യക്ഷ പ്രസംഗത്തിന്റെ ഭാഗമായി നാട്ടുവൈദ്യുമായി ബന്ധപ്പെട്ട കാര്യം പറഞ്ഞു. റിട്ടേണായി കിട്ടിയിട്ടില്ല, പറഞ്ഞാൽ റിട്ടേണായി കണ്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് സ്വാഭാവിക ശ്രദ്ധയിൽപ്പെടുന്നത്. എന്തായാലും അതിന് പറഞ്ഞ പോലെ ഒരു വ്യാജ സംവിധാനത്തെ ഗവൺമെന്റ് എന്തായാലും പ്രോത്സാഹിപ്പിക്കില്ല. അതേത് ഒരു പോളിസിയാണ്. അപ്പം അങ്ങനെ ഒരു രീതി എന്തായാലും വരില്ല. എന്നാൽ പ്രാക്ടിക്കലി ഏതെങ്കിലും തരത്തിലേക്കുള്ള ഒരു പ്രശ്നങ്ങൾ നമ്മുടെ സൊസൈറ്റിക്ക് വരുന്ന അല്ലെങ്കിൽ നമ്മുടെ ഹെൽത്ത് സിസ്റ്റത്തിന് ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ ആണെങ്കിൽ സ്വാഭാവികമായിട്ട് നമുക്കത് ഗവൺമെന്റ് ശ്രദ്ധയിൽപ്പെടുത്തി. മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് ആലപ്പുഴ നഗരസഭയുടെ നേതൃത്വത്തിൽ ലാപ്ടോപ്പുകൾ, മേശ, കസേര എന്നിവ വിതരണം ചെയ്തു. 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് വിതരണ പരിപാടി സംഘടിപ്പിച്ചത്. അമ്പലപ്പുഴ MLA HSLM വിതരണ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ആലപ്പുഴ നഗരസഭയുടെ ആഭിമുഖ്യത്തിൽ മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പുകൾ, മേശ, കസേര എന്നിവ വിതരണം ചെയ്തു. 2024-25 വാർഷിക പദ്ധതിയിൽ മത്സ്യസഭയിൽ ഉൾപ്പെടുത്തി കടലോര ഉൾനാടൻ മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളിലെ 91 വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പുകളും 101 വിദ്യാർത്ഥികൾക്ക് മേശയും കസേരയും ഉൾപ്പെടെ ആകെ 50 ലക്ഷം രൂപയുടെ സഹായമാണ് വിതരണം ചെയ്തത്. HSLM MLA ഉപകരണങ്ങളുടെ വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു.
ലാപ്പായിട്ടും ഇങ്ങനെയെല്ലാം ലാബായിട്ടും ഒക്കെ ഇങ്ങനെ പറഞ്ഞിരുന്നു. ആ സമയത്ത് ഇന്ത്യയിൽ പുറത്ത് ഇന്ത്യ ഗവൺമെന്റ് തന്നെ പറഞ്ഞ പുറത്തു വന്ന കണക്കനുസരിച്ചിട്ട് ഉത്തർപ്രദേശിൽ 21% എന്ന് പറഞ്ഞാൽ കോവിഡ് ആയതുകൊണ്ട് ഓൺലൈനായി പഠിക്കാൻ തീരുമാനിച്ചാൽ കേരളത്തിലെ 80% മേലെ വരുന്ന കുഞ്ഞുങ്ങൾ പഠിക്കും. അതേസമയം യുപിയിൽ 21% പഠിക്കും. ഈ വ്യത്യാസം നമുക്ക് നമ്മുടെ സംസ്ഥാനത്തിൽ കാണാൻ പറ്റുമോ? ഞാനിത് പറഞ്ഞാൽ സാധാരണമായി തന്നെ നമ്മുടെ വിദ്യാഭ്യാസ സിസ്റ്റത്തിന്റെ ഭാഗമായി നമ്മൾ ഇതിൽ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പൊ ചെറിയ ക്ലാസ്സിലെ സ്കൂൾ ക്ലാസ്സിലെ കുട്ടികളാണെങ്കിലും അവർക്കിപ്പോൾ സംശയം തോന്നിയാൽ നേരെ വന്ന് പണ്ടത്തെ പോലെ അമ്മയോട് അച്ഛനോട് ചോദിക്കുക, നേരെ മൊബൈൽ ഫോൺ എടുത്ത് ഗൂഗിൾ സെർച്ച് ചെയ്യാം, ഒരു വിവരമില്ല. അതൊരു ശീലമായി നമ്മുടെ മക്കൾ അങ്ങനെയെല്ലാം നമ്മുടെ മക്കളെ ശീലിച്ചു പോകുന്നുണ്ട്. ഹയർ സ്റ്റഡീസിന്റെ ഭാഗമായിട്ട് പോകുന്ന കുട്ടികൾക്കെല്ലാം സ്വാഭാവികമായി ലാപ്ടോപ്പ് നിർബന്ധമായി നമുക്ക് കൈവശം ഉണ്ടാകേണ്ട ഒരു കാര്യമാണ്. അപ്പൊ അങ്ങനെ ഒരു സൗകര്യം അങ്ങനെ പ്രോജക്റ്റിലേക്ക് വെക്കുന്നതിന്റെ അടിസ്ഥാനം ഈ പറഞ്ഞൊരു ഭൗതികമായ ഒരു സാഹചര്യം വിദ്യാഭ്യാസ ക്രമത്തിൽ മാറി വന്നിട്ടുണ്ട്. ആ മാറി വന്ന സാഹചര്യം അനുസരിച്ച് നമ്മുടെ കുടുംബങ്ങളിലെ കുഞ്ഞുങ്ങൾക്ക് പരമാവധി ESI ജംഗ്ഷന് സമീപം ശ്രീ ഭഗവതി വിലാസം കമ്മ്യൂണിറ്റി ഹാളിൽ നടത്തിയ പരിപാടിയിൽ നഗരസഭാ അധ്യക്ഷ KK ജയമ്മ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷരായ MG സതീദേവി, MR പ്രേം, നസീർ പുന്നക്കൽ, AS കവിത, കൗൺസിലർമാരായ P രതീഷ്, B നസീർ, ക്ലാരമ്മ പീറ്റർ, പ്രഭാ ശശികുമാർ, C അരവിന്ദാക്ഷൻ, രമ്യ സുർജിത്ത്, പൊതുപ്രവർത്തകരായ PP പവനൻ, SM ഹുസൈൻ, ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസർ ബാലു ശേഖർ, കോർഡിനേറ്റർ ഷീന സജി എന്നിവർ സംസാരിച്ചു. ചേർത്തലയിലെ ശുചിമുറി മാലിന്യ സംസ്കരണ പ്ലാന്റ് സംസ്ഥാനത്തിന് അഭിമാനമായ നേട്ടമാണെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MP രാജേഷ് അഭിപ്രായപ്പെട്ടു. ജില്ലയിലെ ആദ്യ ശുചിമുറി മാലിന്യ പ്ലാന്റാണ് മന്ത്രി നാടിന് സമർപ്പിച്ചത്. ചേർത്തലയിലെ ശുചിമുറി മാലിന്യ സംസ്കരണ പ്ലാന്റിന്റെ ഉദ്ഘാടനം സംസ്ഥാനത്തിന് അഭിമാനകരമായ നേട്ടമാണെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MP രാജേഷ് അഭിപ്രായപ്പെട്ടു. ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ചേർത്തലയിൽ നിർമ്മാണം പൂർത്തീകരിച്ച ജില്ലയിലെ ആദ്യ ശുചിമുറി മാലിന്യ സംസ്കരണ പ്ലാന്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. മാലിന്യ സംസ്കരണ പ്ലാന്റുകൾ ആപത്തും ദുഷ്കരവുമാണെന്നുള്ള നാട്ടിലെ അന്ധവിശ്വാസമാണ് ചേർത്തലയിലെ ശുചിമുറി മാലിന്യ പ്ലാന്റ് ഉദ്ഘാടനത്തോടെ പരാജയപ്പെട്ടതെന്നും മന്ത്രി പറഞ്ഞു. ഇത് ഒരു ചരിത്ര നിമിഷമാണ്. ഏതൊരു വലിയ പദ്ധതി ഉദ്ഘാടനം ചെയ്യുന്നതിനേക്കാളും അഭിമാനത്തോടെയാണ് ഈ പ്ലാന്റിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത്. കൂട്ടായ്മയുടെയും പരിശ്രമത്തിന്റെയും ഫലമായിട്ടാണ് ഈ പ്ലാന്റ് യാഥാർത്ഥ്യമായതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ശുചിമുറി മാലിന്യ സംസ്കരണ പ്ലാന്റിന്റെ ഉദ്ഘാടനം അങ്ങേയറ്റം സന്തോഷത്തോടെ നിർവഹിച്ചതായി ഞാൻ അറിയിക്കുകയാണ്. ഇത് നമ്മുടെ നാടിനെ സംബന്ധിച്ചൊരു ചരിത്ര നിമിഷമാണ്, അഭിമാനകരമായൊരു നേട്ടമാണ്. ഒരു വലിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്യുന്നതിനേക്കാൾ, വലിയ റോഡ് ഉദ്ഘാടനം ചെയ്യുന്നതിനേക്കാൾ, അല്ലെങ്കിൽ ഹൈവേ ഉദ്ഘാടനം ചെയ്യുന്നതിനേക്കാൾ, വേറെ ഏത് വലിയ പദ്ധതി ഉദ്ഘാടനം ചെയ്യുന്നതിനേക്കാളും പ്രാധാന്യം ഇതിനുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതെന്തുകൊണ്ടാണ് എന്ന് ബഹുമാനപ്പെട്ട അധ്യക്ഷനും സ്വാഗത പ്രസംഗത്തിൽ ചെയർപേഴ്സണും പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. ഞങ്ങളെല്ലാം ഇത് യാഥാർത്ഥ്യമാക്കാനുള്ള സാഹസികമായിട്ടുള്ള പ്രവർത്തനങ്ങളിലൂടെ കടന്നുപോയവരാണ്, അതിന്റെ ഭാഗമായവരാണ്. ആ അനുഭവങ്ങൾ അവർ രണ്ടുപേരും വിശദീകരിച്ചു. ചേർത്തല ആനത്തറവെളിയിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ കൃഷിവകുപ്പ് മന്ത്രി P പ്രസാദ് അധ്യക്ഷനായി. സംസ്ഥാന സർക്കാരിന്റെ പ്രളയ പുനരധിവാസ പദ്ധതിയിൽ റീബിൽഡ് കേരളയിൽ ഉൾപ്പെടുത്തി 7.7 കോടി രൂപ മുതൽ മുടക്കിയാണ് പദ്ധതി പൂർത്തീകരിച്ചത്. പ്രതിദിനം 2.5 ലക്ഷം ലിറ്റർ കക്കൂസ് മാലിന്യം സംസ്കരിക്കാനുള്ള സംവിധാനം പ്ലാന്റിൽ ഒരുക്കിയിട്ടുണ്ട്. പൂർണ്ണമായും സൗരോർജ്ജത്തിലാണ് പ്ലാന്റ് പ്രവർത്തിക്കുന്നത്. ഉദ്ഘാടന ചടങ്ങിൽ ജില്ലാ കളക്ടർ അലക്സ് വർഗീസ്, ചേർത്തല നഗരസഭാ അധ്യക്ഷ ഷേർലി ഭാർഗവൻ, മുൻ MP അഡ്വക്കേറ്റ് A മാരിഫ്, ഇംപാക്ട് കേരള ഡയറക്ടർ S സുബ്രഹ്മണ്യൻ, തണ്ണീർമുക്കം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് G ശശികല, നഗരസഭാ ഉപാധ്യക്ഷൻ TS അജയ്കുമാർ, സ്ഥിരം സമിതി അംഗങ്ങളായ ശോഭ ജോഷി, G രഞ്ജിത്ത്, മാധുരി സാബു, AS സാബു, എലിക്കുട്ടി ജോൺ, LID ആൻഡ് EW ചീഫ് എഞ്ചിനീയർ KG സന്ദീപ്, LSGD ജോയിന്റ് ഡയറക്ടർ S ശ്രീകുമാർ, നഗരസഭാ അംഗങ്ങൾ, ഉദ്യോഗസ്ഥർ, മറ്റ് ജനപ്രതിനിധികൾ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. ലഹരിമുക്ത നഗരം പദ്ധതിക്കായും ലഹരി ഉപയോഗ വർധനയ്ക്കുമെതിരെ മുനിസിപ്പൽ തല പ്രതിരോധ സേന രൂപീകരണം ഉൾപ്പെടെ വിവിധ ബോധവൽക്കരണ പരിപാടി ഉൾപ്പെടുത്തി ആലപ്പുഴ നഗരസഭയുടെ 2025-26 വാർഷിക ബഡ്ജറ്റ് നഗരസഭാ ഉപാധ്യക്ഷൻ PSM ഹുസൈൻ അവതരിപ്പിച്ചു.
219,34,915 രൂപ ആകെ വരവും 219,74,02,000 രൂപ ചെലവും 9,60,07,715 രൂപ നീക്കിയിരിപ്പുമായുള്ള വാർഷിക ബഡ്ജറ്റാണ് നഗരസഭാ ഉപാധ്യക്ഷൻ PSM ഹുസൈൻ അവതരിപ്പിച്ചത്. മാലിന്യമുക്തം നവകേരളത്തിന്റെ ഭാഗമായി നഗരസഭാ തലത്തിൽ ഇനോക്കുലം നിർമ്മിക്കുന്ന യൂണിറ്റ് ആരംഭിക്കാൻ 10 ലക്ഷം രൂപ വകയിരുത്തി. റിംഗ് കമ്പോസ്റ്റ് നിർമ്മാണം, വിൻഡ്രോ കമ്പോസ്റ്റ്, യൂസർ എഡ്യൂക്കേഷൻ, വനിതാ വികസനം, സ്ത്രീകൾക്ക് ഓപ്പൺ ജിംനേഷ്യം, ഷീ ലോഡ്ജ്, ഡീപ് ക്ലീനിംഗ് യൂണിറ്റ്, കമ്മ്യൂണിറ്റി കിച്ചൺ എന്നിവയ്ക്കും ബഡ്ജറ്റ് മുൻതൂക്കം നൽകിയിട്ടുണ്ട്. സാമൂഹ്യക്ഷേമ പദ്ധതിയുടെ ഭാഗമായി മോട്ടോർ സൈഡ് വീൽചെയർ പദ്ധതി, സ്മാർട്ട് അംഗനവാടികൾ, ഭിന്നശേഷി കലോത്സവം, അതിദരിദ്രരില്ലാത്ത നഗരം, വയോജനങ്ങൾക്ക് പോഷകാഹാര കിറ്റ്, പട്ടികജാതി പട്ടികവർഗ വികസനം, പട്ടയം നൽകലടക്കം 2025-26 വാർഷിക പദ്ധതിയിൽ തുക വകയിരുത്തിയിട്ടുണ്ട്. നഗരത്തിലെ എല്ലാവർക്കും വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്ന പദ്ധതിക്കായി 10 കോടി രൂപ വകയിരുത്തും. മത്സ്യവികസനം, മുഴുവൻ വീടുകളിലേക്കും കുടിവെള്ളം എത്തിക്കൽ, തൊഴിൽ മേളകൾ, ആംബുലൻസ് സംവിധാനം, വിനോദസഞ്ചാരം എന്നീ മേഖലയ്ക്കും തുക വകയിരുത്തി. നഗരസഭാ അധ്യക്ഷ KK ജയമ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ സെക്രട്ടറി ഷിബു നാൽപ്പാട്ട്, കക്ഷി നേതാക്കൾ, സ്ഥിരം സമിതി അധ്യക്ഷർ, നഗരസഭാ അംഗങ്ങൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ ബഡ്ജറ്റ് യോഗത്തിൽ സംബന്ധിച്ചു. ഒരു ജനകീയ ക്യാമ്പയിനിലൂടെ അസാധ്യമെന്ന് കരുതിയിരുന്ന ഈ ലക്ഷ്യത്തിലേക്ക് നമുക്ക് നടന്നെടുക്കാൻ കഴിയും എന്ന ധാരണ കേരളത്തിന് മുന്നിൽ സുവ്യക്തമാക്കി കാണിച്ചു കൊടുത്തത് ആലപ്പുഴ നഗരമാണ്. നിർമ്മല ഭവനം, നിർമ്മല നഗരം 2.0 അഴകുടെ ആലപ്പുഴ ക്യാമ്പയിനിലൂടെ നാം തുടങ്ങി വെച്ച ചിട്ടയായ പ്രവർത്തനങ്ങളാണ് കേരളത്തിന് വഴികാട്ടിയായത്. സ്വച്ഛ സർവേക്ഷൺ 2023 ദേശീയ ശുചിത്വ പുരസ്കാരം നേടിയതും ആലപ്പുഴ നഗരസഭയാണ്. ഗാർഹിക തലത്തിൽ ഉറവിട മാലിന്യ സംസ്കരണത്തിന് ഏർപ്പെടുത്തിയ ബയോ കിച്ചൺ ബില്ലുകൾ, ഗാർഹിക തലത്തിൽ ഉറവിട മാലിന്യ സംസ്കരണ സംവിധാനം ഇല്ലാത്ത. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വിശുദ്ധ റമദാനിലെ വ്രതശുദ്ധിയോടെ നേടിയ ആത്മസംസ്കരണത്തിന്റെ നിറവിൽ വിശ്വാസികൾ ഈദ് ഉൽ ഫിത്തർ ആഘോഷിച്ചു. പുലർച്ചെ മുതൽ തക്ബീർ ധ്വനികൾ കൊണ്ട് അന്തരീക്ഷം മുഖരിതമായിരുന്നു. മാലിന്യമുക്ത നവകേരളം ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായുള്ള ശുചിത്വ പ്രഖ്യാപനം നടത്തി. ആലപ്പുഴ നഗരസഭയും പഞ്ചായത്തുകളും ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായി മാനദണ്ഡങ്ങൾ പാലിച്ചായിരുന്നു ശുചിത്വ പ്രഖ്യാപനം നടത്തിയത്. H. സലാം MLA പ്രഖ്യാപനം ഉദ്ഘാടനം ചെയ്തു. ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യ ആലപ്പുഴ ഏരിയ സമ്മേളനം H. സലാം MLA ഉദ്ഘാടനം ചെയ്തു. ആലപ്പുഴ ജെൻഡർ പാർക്ക് ഹാളിൽ സംഘടിപ്പിച്ച സമ്മേളന യോഗത്തിൽ ഏരിയ പ്രസിഡന്റ് ഡോക്ടർ C. ധന്യ അധ്യക്ഷയായി. മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് ആലപ്പുഴ നഗരസഭയുടെ നേതൃത്വത്തിൽ ലാപ്ടോപ്പുകൾ, മേശ, കസാര എന്നിവ വിതരണം ചെയ്തു. 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് വിതരണം ചെയ്തത്. H. സലാം MLA വിതരണോദ്ഘാടനം നിർവഹിച്ചു. ചേർത്തലയിലെ ശുചിമുറി മാലിന്യ സംസ്കരണ പ്ലാന്റ് സംസ്ഥാനത്തിന് അഭിമാനകരമായ നേട്ടമാണെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MP രാജേഷ്. ജില്ലയിലെ ആദ്യ ശുചിമുറി മാലിന്യ പ്ലാന്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.